സ്നേഹമെന്ന വാക്കുച്ചരിക്കാൻ അർഹതയില്ലാത്ത ഒരേ ഒരാൾ അവരാണ്. സ്നേഹം ആ വാക്ക് കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഒരമ്മയ്ക്ക് മകനോട് സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? ഒന്നുകിൽ അവരെന്നെ പിഴച്ചു പറ്റതായിരിക്കും, അല്ലെങ്കിൽ അവരെന്റെ രണ്ടാനമ്മയായിരിക്കും. അവരോടൊന്നല്ല, ആ നാടിനോട് തന്നെ എനിക്ക് വെറുപ്പാ. മച്ചു, വിവാദം സൃഷ്ടിച്ച ഗോലികലി ചൂതാട്ടം പാടെ തകർത്തന്റെ ക്രെഡിറ്റ് മുംബൈ പോലീസിനാണെന്ന്. ആഹാ, അപ്പൊ അവരുടെ തൊപ്പിൽ നമ്മുടെ വക ഒരു പൊന്തുവൽ കൂടും. അങ്ങനെയാണെങ്കിൽ നമ്മളെ പറ്റി ആർക്കും ഒരു സംശയമില്ല. കറക്റ്റ്. നമ്മൾ മുംബൈ വിടുന്നു. എന്താ, എന്തു പറ്റി? ഞാൻ ജനിച്ചു വളർന്ന എന്റെ ഗ്രാമമെത്തി. ഇനി എനിക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ല. നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു. ഇത്രയും നാളും എന്നെ സേവിച്ചതിനുള്ള കൂലിയായി ആവശ്യത്തിനുള്ള പണം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ മടങ്ങാം. എങ്ങോട്ട്? അത് നിങ്ങളുടെ ഇഷ്ടം. എന്റേത് മാത്രമാണ് ഈ ഗ്രാമം. ഇവിടുത്തെ പ്രതികാരങ്ങളും ഇതിലെ സുഖവും ദുഃഖവുമെല്ലാം എന്റേത് മാത്രം. മറ്റാരും അതൊന്നും ഷെയർ ചെയ്യണ്ട. ശരിയായിരിക്കാം. പക്ഷെ നന്ദ, കാലയാർ തെരുവിൽ വെച്ച് നിന്നെ ഞാൻ ആദ്യമായി കാണുമ്പോൾ എന്റെ കൈവശമുണ്ടായിരുന്നത് വിശന്നു കരിഞ്ഞൊരു വയറ് മാത്രമായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരിക്കലും വിശപ്പെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നീ എന്നെ അറിയിച്ചിട്ടില്ല. എനിക്ക് ശേഷം സഹീർ, പിന്നീട് കിരൺ, ആരാരുമില്ലാതെ തെരുവിൽ ഒടുങ്ങേണ്ടവരായിരുന്നു നിങ്ങൾ. ഡെന്നിസ് പറഞ്ഞ സത്യമല്ലേ? നീ ഞങ്ങൾ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ചാ ഞങ്ങൾ എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? ഞങ്ങൾ തിരിച്ചു പോവില്ല. സത്യം. എന്താ അങ്ങനെ? എന്നോടുള്ള സ്നേഹം കൊണ്ടാ? അല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, പണത്തിന് വേണ്ടി, കൂലിക്ക് വേണ്ടി. എന്നാ എടുത്തോ. ഈ ഗ്രാമത്തിൽ എന്റെ കൂടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കുള്ള കൂലി അഡ്വാൻസായി. അതെപ്പോഴെടുത്തു കഴിഞ്ഞു മച്ചു? ഇറങ്ങ്, നോക്കാം. പറ്റിയോ? എന്താ കിളവാ, രാവിലെ തന്നെ ചാവാൻ ഇറങ്ങിയിരിക്കുക? തന്റെ മുഖത്തെന്താ, കണ്ണില്ലേ? ചോദിച്ചു കേട്ടില്ലേ? തന്റെ മുഖത്ത് കണ്ണില്ലേന്ന്. ക്ഷമിക്കണം, മുത്തശ്ശന് കാഴ്ചയില്ല, അതുകൊണ്ടാ. വരും മുത്തശ്ശ. തുടക്കം തന്നെ പിഴച്ചു പോയല്ലോ. എന്റെ കണക്കൂട്ടലുകൾ എവിടേക്കോ പാളിയതുപോലെ. ഇല്ലത്തെ പ്രതാപശാലിയായ പഴയ തമ്പുരാനെയല്ല ഇയാൾ, ലക്ഷ്മിയും. ഞാൻ നാടുവിടുമ്പോ ഇയാൾ അന്ധനുമല്ലായിരുന്നു. ഡെന്നിസേ, ഈ ഗ്രാമത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ കണ്ടെത്തണം ഉടൻ. ശരി, കമോൺ.
ഞങ്ങൾ അന്വേഷിച്ചു നന്ദന്റെ വീട്. അവിടെ ഇപ്പൊ പഴയ വീടില്ല, ഒരു കള്ള് ഷാപ്പാ. ഒരു ഭരതന്റെ ഓണർഷിപ്പ്. അമ്മയെക്കുറിച്ചും അന്വേഷിച്ചു, പക്ഷെ അവരിപ്പോ എവിടെയെന്ന് ഇവിടെ ഒരാൾക്കൊരു പിടിയില്ല. കൂടുതൽ അന്വേഷിക്കാനും നിന്നില്ല, ആർക്കും സംശയം തോന്നരുതല്ലോ. വേണ്ട, അവരെ വിട്ടേക്ക്. അമ്മയെ ദൈവം എൻ്റെ മുന്നിലെത്തിക്കും. ഇപ്പോൾ ദൈവം എൻ്റെ കൂടെ, പണവും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചില കൊച്ചു കൊച്ചു മോഹങ്ങൾ, ചിലർ കണക്ക് തീർക്കലുകൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ അതൊക്കെയാണ്. ആ പിന്നൊരു കാര്യം, നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വാടകയോടൊക്കെ അറേഞ്ച് തന്ന ആളാ. നമുക്ക് എന്തുകൊണ്ട് ഉപകരിക്കും. ഇവിടുത്തെ ഒരു ലോക്കൽ രാഷ്ട്രീയക്കാരനാ, പേര് ചക്രപാണി. അതെ, ഞാനാണ് ചക്രപാണി. ചക്രം തരുന്ന ആർക്ക് വേണ്ടിയും ഞാൻ പണിയും. അതാണ് ഈ ചക്രപാണി. യേസ് പ്രദേശ്, പറയൂ. ചക്രപാണി അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യും. എന്തായാലും അത് ബുദ്ധിമുട്ടാണ്. ചായ. ഇത് ബുദ്ധിമുട്ടാവോ? അതെ, പണത്തിന് ബുദ്ധിമുട്ടാണെന്നാ ഞാൻ പറഞ്ഞത്. ആട്ടെ, എന്താ നിങ്ങളുടെ പണി? ഞങ്ങൾ ഡൽഹിയിൽ സെറ്റിൽഡാ. ആയിക്കോട്ടെ. അവിടെ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട്. അതിനുവേണ്ടി ഇവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് ഒന്ന് പഠിക്കണം. കലാമണ്ഡലം ഇവിടെ അടുത്താണല്ലോ. അതെ, ഒരു 3 months. പിന്നെ പ്രത്യേകിച്ച് ഈ നാടിനെ കുറിച്ചും. ഇത്രേ ഉള്ളൂ. ഏറ്റു, ഈ ചക്രപാണി ഏറ്റു. അന്തനോ എങ്കിലത് അനിയൻ തമ്പരാനാവൂ. മഹാപ്രാക്കുകളോ കേട്ടോ. കഷ്ട അവരുടെ കാര്യം. ആ പെൺകൊച്ചു തയ്യൽ പണി ചെയ്ത് കിട്ടുന്ന തുച്ഛം കാശുകൊണ്ടാ അവരുടെ ജീവിതം. ഇതിനെല്ലാം ജീവിതം അല്ല കാരണം ആ ഭരതനാ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതിന് കുറച്ച് പുറകോട്ട് പോണം. ഈ അനിയൻ തമ്പുരാന്റെ ചേട്ടൻ ശക്തൻ തമ്പുരാന്റെ കാര്യസ്ഥനായിരുന്നു. ഈ ഭരതന്റെ അച്ഛൻ ശക്തൻ തമ്പുരാൻ നല്ല ഒന്നാന്തരം ചെറ്റായിരുന്നു. ഒരിക്കൽ പട്ടിണി മൂത്തപ്പോ ഭരതന്റെ അച്ഛൻ പത്തായപ്പുരയിലെ നെല്ല് മോഷ്ടിച്ചു വിറ്റു. അതറിഞ്ഞ ശക്തൻ തമ്പുരാൻ അയാളെ തല്ലിക്കൊന്നു. അന്ന് ഭരതൻ ദാ ഇങ്ങനെ അച്ഛന്റെ ചിതാഭസ്മവും കയ്യിലെടുത്ത് ഒരു ഉഗ്രൻ ശപഥം ചെയ്തു. ആ ഇല്ലം കുളം തോണ്ടുന്ന്. എന്നിട്ട് ശക്തൻ തമ്പുരാൻ മരിച്ചപ്പോ നല്ലവനായ അനിയൻ തമ്പുരാന് ദയവ് തോന്നി ഭരതനെ ഇല്ലത്തെ കാര്യസ്ഥനാക്കി. പിന്നെ എങ്ങനെയോ ചതിയിൽപ്പെടുത്തി ആ ഇല്ലവും സ്വത്തും ഭരതൻ കൈക്കലാക്കി. തമ്പുരാനെയും കൊച്ചുമോളെയും അടിച്ചു പുറത്താക്കി അയാൾ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ആരും അവരെ സഹായിക്കാൻ ശ്രമിച്ചില്ലേ? ഉണ്ടായിരുന്നു CI സുഗുണൻ. അയാളും സഹായിക്കാൻ ചെന്നിരുന്നു. പക്ഷെ അയാളും ഭരതന്റെ ആളാ. ഇല്ലത്തുനിന്ന് പുറത്താക്കിയപ്പോ അന്ന് അവർക്ക് താമസിക്കാൻ വേണ്ടി സുഗുണൻ ഒരു വാടക വീട് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ വാടക കുടിശ്ശികയുടെ പേരും പറഞ്ഞ് അവരെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ആ ചെറ്റ CI. അല്ല, ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ ആ ഭരതൻ? അതെന്താ അറിയില്ലേ ഭരതന്റെ ശപഥം? ആ തമ്പുരാട്ടി കുട്ടിയുടെ കണ്ണീരിൽ വിരിഞ്ഞ 1001 പുഷ്പങ്ങൾ മരിച്ചുപോയ അയാളുടെ അച്ഛന്റെ ആത്മാവിന് സമർപ്പിക്കുമെന്ന അയാളുടെ ശബ്ദം. അതെ, തമ്പുരാട്ടിക്കുട്ടിയോടൊപ്പം കിടപ്പറ പങ്കിടാൻ തന്നെ എന്റെ മോഹം. പക്ഷെ ധൃതിയില്ല, കാത്തിരിക്കും. നിന്റെ പൂർണ്ണ സമ്മതത്തിന് വേണ്ടി രാവണനെ പോലെ. ഇവിടെ വെച്ചായാലും മതി. കിളവൻ കാണുന്ന പേടി വേണ്ടല്ലോ. കുരുടനല്ലേ അയാൾ. എടാ പരട്ട കിളവ, ആജ്ഞാപിച്ച് പുറന്തള്ളാൻ പഴയ കാര്യസ്ഥനല്ല ഞാൻ, ഭരതനാ. ഞാറ്റുവെട്ടി ഭരതൻ. കൊന്നുകളയും ഞാൻ. ഒരു പട്ടിയും ചോദിക്കില്ല എന്നോട്. ക്ഷമിക്കണം. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. പേരക്കുട്ടിയുടെ ഈ ചുടുകണ്ണീര് കാണാൻ തന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ പോയി. ഒരെണ്ണം വെച്ചുപിടിപ്പിക്കായിരുന്നു ഞാൻ. പക്ഷേ പ്രായമായ തന്റെ ഈ ശരീരം അത് തള്ളിക്കളയോത്രേ. അങ്ങനെ എന്നെയും തള്ളിക്കളയാനാണ് ഭാവമെങ്കിൽ തീർക്കും ഞാൻ. മുത്തശ്ശ, മോളെ,
ആത്മഹത്യ മഹാപാപാണെന്ന് ഇരിക്കുന്ന ബ്രാഹ്മണനായി പോയില്ലേ. പക്ഷേ വേണ്ടി വന്ന അങ്ങനെ ചിന്തിക്കും നമ്മള്. ഭരതൻ ഇങ്ങനെ ഒരു പ്രതികാരമുള്ളതായി എനിക്കറിയില്ലായിരുന്നു. അപ്പോ കുട്ടിക്കാലത്ത് ഭരതൻ എന്നെ ഉപദ്രവിച്ചിരുന്നത് തമ്പുരാന്റെ വിശ്വാസം നേടിയെടുക്കാനായിരിക്കും, അല്ലേ ഡെനിസേ? അപ്പോ ഒരർത്ഥത്തിൽ തമ്പുരാൻ തെറ്റുകാരനല്ല. അവരുടെ സ്ഥിതിയാണെങ്കിൽ മഹാകഷ്ടവും. കഴിയുമെങ്കിൽ നമുക്ക് അവരൊന്ന് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഒരുതരം ചീപ്പ് സെന്റിമെന്റ്സ്. ഒന്നാലോചിച്ച കുട്ടിക്കാലത്ത് എനിക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയിരുന്നത് അവളായിരുന്നല്ലോ, ലക്ഷ്മി. യഥാർത്ഥ വില്ലൻ അവനാണ്, ഭരതൻ. ലക്ഷ്മിയോടൊപ്പം പൊറുക്കണമെന്നാണത്രേ അവന്റെ പൂതി. ആയിന്റെ മോൻ. സുഗുണ, നാളത്തെ ഊഴം നിനക്ക. തമ്പുരാട്ടിക്കുട്ടിയുടെ കണ്ണീര് വീഴ്ത്താൻ ആ ചുടുകണ്ണീരിൽ കുതിർന്ന 1001 പുഷ്പങ്ങൾ ഞാൻ സമർപ്പിക്കും, മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന്. എന്നാലേ എൻ്റെ അച്ഛനോട് ആ കുടുംബം ചെയ്ത ദ്രോഹങ്ങൾക്ക് പരിഹാരമാകൂ. എന്തു പറ്റി? ഇന്നിത്തിരി നേരത്തെ ആണല്ലോ. ശാരദ ടീച്ചർ മറ്റെവിടെയോ തയ്പ്പിക്കാൻ കൊണ്ടുപോയ ഡ്രസ്സുകളാ, ഞാൻ അതിങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നു. എന്തിനാ രമേശ അന്യരായ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കരുതുന്ന പ്രശ്നം? സ്വന്തം സഹോദരനെ പോലെ എന്നെ കണ്ട പ്രശ്നം തീർന്നില്ലേ? എന്താടി ഒരു സന്തോഷം? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ സഹായിക്കാൻ വന്നതായിരിക്കും അല്ലേ? സഹായിച്ച് അവസാനം പള്ള വീർപ്പിച്ച് കൊടുക്കല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? കുടിശ്ശിക, വാടക കുടിശ്ശിക ഒരുപാടുണ്ടേ. എന്ന് തന്ന് തീർക്കും നീ? ഇത് ചതിയാണ്. നിങ്ങൾ ഈ വീട് തന്നത് വാടക വേണ്ടെന്നും പറഞ്ഞല്ലേ? ഞാൻ വാടക തന്നപ്പോ നിങ്ങൾ വാങ്ങിയതുമില്ല. എന്നിട്ടിപ്പോ എല്ലാം കൂടി ചോദിച്ചാ ഞാൻ എങ്ങനെ തരും? ഓസിമേ താമസിക്കാൻ നീ എന്റെ വെപ്പായിട്ടൊന്നുമല്ലല്ലോ, ആണോ? പിന്നെ വാടക വാങ്ങിക്കാതിരിക്കാം ജീവിതകാലം മുഴുവനും. പക്ഷെ ഭരതനായിട്ടൊന്ന് കഴിയണം, ഒരു രാത്രിയെങ്കിലും. കുറച്ചുകൂടി മാനുവേ സംസാരിക്കണം സാർ. നിർത്തടാ, നീ എന്നെ മാനുവ പഠിപ്പിക്കാൻ വന്നിരിക്കാണ്. അച്ചാൾക്ക് ഒരവധിയും കൂടെ തരും. അതിനുള്ളിൽ കുടിശ്ശിക തന്ന് തീർത്തില്ലെങ്കിൽ ഭരതനായിട്ടല്ല മറ്റ് പലരുമായിട്ട് നീ ഉറങ്ങേണ്ടി വരും. എന്റെ കാശ് മുതലാകാതെ ഞാൻ വിടില്ല ഒന്നിനെയും. പിന്നെ ഈ നാടോ വീടോ വിട്ട് പോകാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അറിയാലോ CI സൂണനെ, നിന്നെ ഒരു പീഡന കേസ് കൊടുക്കാൻ നിമിഷങ്ങൾ മതി സൂണന്. മറക്കണ്ട. രമേശ, നീ എന്തെവിടെ? നിങ്ങളെന്താ ഇവിടെ? ഞാനിവിടെ തന്നെ. നീ എന്തെവിടെ? ഞാനിവിടെ. അല്ലടോ, ലക്ഷ്മി കുട്ടില്ലേ ഇവിടെ? അകത്തുണ്ട്. എന്താ? മോൾക്ക് ഇവരെ മനസ്സിലായില്ലേ? കുഞ്ഞിന്റെ മുത്തച്ഛനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചോമാരാ. ക്ഷമിക്കണം, ഞങ്ങളിപ്പോ വളരെ മോശമായിട്ടാ പെരുമാറിയത്. ഞങ്ങളുടെ ഭാഗത്താ തെറ്റ്. അത് തിരുത്താനാ ഇവര് വന്നത്. ഇത് വാങ്ങണം. എന്താ ഇത്? ഒരു ചെറിയ സഹായം കരുതിയാ മതി. വേണ്ട. അല്ല മോളെ, ഇതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് കൂട്ടിയാ മതി. പറഞ്ഞില്ലേ വേണ്ടെന്ന്. ദയവായി നിങ്ങളൊന്ന് പോണം. ഇങ്ങനെ സഹായിക്കാൻ വന്നവരൊക്കെ അവസാനം ശല്യായി മാറിയിരിക്കണു. അതുകൊണ്ടാ എന്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞതേ. ദയവായി നിങ്ങളൊക്കെ പോകണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനൊരു വഴിയുണ്ട്. എന്നൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? കണ്ടു പരിചയമില്ലാത്ത 3-4 പിള്ളേരെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ആരാവരൊക്കെ? എന്തിനാ? അല്ല, അയൽക്കാരല്ലേ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് കരുതിയിട്ടാ.
അങ്ങനെ ഇപ്പൊ അറിയണ്ട ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് പോട്ടതല്ലേ. അയ്യടാ, ഥു. ഓടാ അവിടുന്ന്. വാ കേറി വാ. ഇരുന്നോ? ലക്ഷ്മിക്കുട്ടി അകത്തില്ലേ? നമസ്കാരം. എന്താ നിങ്ങൾ വീണ്ടും? ചക്രപാണി കാര്യം പറ. അതായത് മോളെ, ഇവര് ഡൽഹിക്കാരാ. അവിടെ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട് അത്രേ, ഈ മറുനാടൻ മലയാളികളുടെ. കലാമണ്ഡലത്തിൽ പോയി അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ ഇവര് വന്നിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ ഒന്നും നല്ല പരിചയമില്ലേ. കുറെ ഡാൻസ് ഡ്രസ്സുകൾ തയ്പ്പിച്ചിട്ട് വേണം ഇവർക്ക് മടങ്ങാൻ. മോഹിനിയാട്ടം, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, അങ്ങനെ 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 കോച്ചിപ്പിടി, അല്ലെ കോച്ചിപ്പിടി അല്ല കുച്ചിപ്പിടി, അതെ അങ്ങനെയുള്ള കാര്യങ്ങൾ മോള് തന്നെ അതിന് വേണ്ട ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കും. സാവകാശം മതി, 3 മാസം സമയമുണ്ട്. അല്ലേ, മോളൊന്ന് സമ്മതിക്കണം. അതൊരു വലിയ സഹായമാണ് ഇവർക്കേ. ചെറിയൊരു സഹായം, മറുത്തു പറയരുത്. ഡെന്നീസേ, ആ തുണിക്കെട്ടുകളും എടുക്കാൻ പറ. ആ അവിടെ ഇറക്കിയേക്ക്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ചെറിയ പ്രോഗ്രാമാണ്. ചക്രവാണി, ഇതാണ് വാങ്ങിച്ചോളൂ. ആ സഹായമല്ലല്ലോ, കൂലിയല്ലേ. തയ്യക്കൂലി അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കോളൂ കുട്ടി. ഇത് നല്ല കൂട്ടി, വാങ്ങിക്കോളൂ. എന്റെ പേര് ദത്തൻ. ദത്തൻ ഫ്രം ഡൽഹി. അതാടാ ഈ നിഷേധിയായ നന്ദന്റെ ബുദ്ധി. ഇപ്പൊ എങ്ങനെയുണ്ട് ഡെന്നീസേ? എന്റെ സഹായം വാങ്ങില്ലെന്ന് ശടിച്ച അവളെ ഞാൻ സഹായിച്ചില്ലേ, അതും ഈ പണം കൊണ്ട്. അതാണ് നന്ദന്റെ പണം. അതിന്റെ നിറവും മണവും ഗുണവും ഒക്കെ വേറെയാ. ഇനി എന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ കൂടി കണ്ടെത്തണം. അപ്പോഴേ ഇതിന്റെ തനി കൊണം പുറത്തു വരൂ. വാ, ചക്രപാണിയോട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ പറയണം. ഇവിടെ നിന്ന് മാറാൻ തോന്നണില്ലല്ലേ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എവിടെ പോയി കിടക്കായിരുന്നുടാ? പോയത് ലക്ഷ്മിയല്ലേ? അതെ. ആണെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ അങ്ങനെ വെറുതെ ചോദിക്കുന്നു? വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സഹദേവൻ കരുണാലയം സന്ദർശിച്ചു. മക്കളാലും കുടുംബാംഗങ്ങളാലും ഒറ്റപ്പെട്ട് കഴിയുന്ന നിരാലംബരായ അന്തേവാസികൾക്ക് കരുണാലയത്തിൽ നിന്ന് ലഭിക്കുന്ന പരിചരണം അമൂല്യമാണെന്ന് മന്ത്രി വിശേഷിപ്പിച്ചു. കൂട്ടുകുടുംബം അണുകുടുംബത്തിന് വഴിമാറിക്കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ
ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും പുനർചിന്തനം നടത്തണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. മദർ തെരേസയും ഈ സ്ത്രീ, ഇവരാണ് എന്റെ അമ്മ. I want her. എനിക്കവരെ വേണം, എനിക്കവരെ വേണം. പർച്ചേസ് ചെയ്യാൻ, പണം കൊടുത്ത് വാങ്ങാൻ. അനാഥന ടി വിയിൽ ആ സ്ത്രീയെ കണ്ടപ്പോ മരിച്ചുപോയ അവന്റെ അമ്മയെ പോലെ തോന്നിയത്രേ. 3 മാസം, ഒരു ദത്ത് പോലെ. അതുവരെയെങ്കിലും ഞങ്ങൾക്ക് അവരെ വിട്ടുതരാൻ ദയവ് കാണിക്കണം. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാറില്ല. പിന്നെ ഭാനുമതി അമ്മയുടെ കാര്യമായതുകൊണ്ടാ ഒരു ചേഞ്ച് അവർക്കും ഗുണം ചെയ്യും. മാനസികമായി വളരെ അസ്വസ്ഥയാണ് അവര്. അതുകൊണ്ട് മാത്രം ഞാൻ അനുവദിക്കാം. താങ്ക് യു മദർ. കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. സിസ്റ്റർ, യെസ് മദർ. ആ ഭാനുമതി അമ്മയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരും. എന്താ ഇത്? 5 ലക്ഷം രൂപയുണ്ട്. ഒരു ഗിഫ്റ്റായി കരുതിയാ മതി, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്താ കുട്ടി, വില കൊടുത്ത് വാങ്ങാനുള്ളതാണോ മാതൃസ്നേഹം? അതെ, നന്ദന് വില കൊടുത്തു വാങ്ങാനുള്ള അങ്ങാടിച്ചരക്ക് തന്നെയാ മാതൃസ്നേഹം. ബോസിന് എനിക്ക് അവരെ വേണ്ട, വില കൊടുത്ത് വാങ്ങണം, പർച്ചേസ് ചെയ്യണം. എന്നാലേ ഞാൻ ജയിക്കൂ. എന്റെ പ്രതികാരവും. പക്ഷെ നന്ദ, അവരെ പണം വാങ്ങുന്നില്ല. ഡെന്നീസേ, പല പേരുകളുണ്ട് പണത്തിന്. ഭാഗ്യം, ആഭിജാത്യം, പടച്ചോൻ. ഇവിടെ ഡൊണേഷൻ എന്നാണ് പേര്. നമ്മൾ ഡൊണേഷൻ എന്ന പേരിൽ അവരെ വാങ്ങും. ഡൊണേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ പണം വാങ്ങുന്നത്. ദാ റെസിപ്റ്റ്.